പ്രേമലു മൂവി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭ്രമയുഗവും പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും, അങ്ങനത്തെ സിനിമകളൊക്കെ തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുമ്പോൾ തിയേറ്ററുകാർക്കും അടിപൊളിയാണ്, നമ്മൾ നാട്ടുകാർക്കും അടിപൊളിയാണ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കും അടിപൊളിയാണ്. ഇനി മഞ്ഞുമൽ ബോയ്സ് വരാനുണ്ട്. സോ മൊത്തത്തിൽ 2024 തുടക്കം മുതലേ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് കിടിലൻ കുറേ സിനിമകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ടോക്ക് ഓഫ് ദ ടൗൺ വരുന്നത് പ്രേമലു, അതിലെ നായകനായ നസ്ലിനുമാണ്. ഓക്കെ, അപ്പം നസ്ലിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് തണ്ണിമർത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ നസ്ലിനെ ഒരുപാട് മലയാളികൾ ഇഷ്ടപ്പെട്ട്, ആ ക്യാരക്ടറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട്, അതിനുശേഷം കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സ് നസ്ലിൻ ചെയ്തു. ഈ പ്രേമലൂല് വരുമ്പോഴത്തേക്കും നസ്ലിൻ ഒരു സോളോ ഹീറോ ഹിറ്റ് കൊടുക്കാൻ മാത്രം കേപ്പബിൾ ആണ് എന്നുള്ളത് തെളിയിച്ചു. അത് നമ്മൾ കണ്ടു. ഭയങ്കര ഫണ്ണായിരുന്നു നസ്ലിനാണെങ്കിലും ബാക്കിയുള്ള എല്ലാവരും. ഇവിടെ അപ്പുറത്ത് ഭ്രമയുഗം മമ്മൂട്ടിയുടെ ഭയങ്കരമായിട്ട് ഹിറ്റായി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോൾ ഓബിയസ്ലി പറഞ്ഞ പോലെ രണ്ട് സിനിമകൾ തമ്മിലൊരു എന്താ പറയുക, ആ സിനിമ അവിടെ ഓടുന്നു, ഈ സിനിമ അവിടെ ഓടുന്നു. ബട്ട് രണ്ട് സിനിമ എൻറ്റയർലി ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. ഒന്ന് ഭയങ്കര ഫാസ്റ്റ് ഫണ്ണ് മൂഡിൽ പോകുമ്പോൾ ഒരു സിനിമ നമ്മൾ ഇതുവരെയായിട്ട് കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ചർച്ചയാവുന്നത് നസ്ലിനാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ പോർട്ടലുകളിൽ ഒരു ഭയങ്കര കമ്പാരിസൺ, ഭയങ്കരമായിട്ടൊരു കമ്പാരിസൺ, സിനിമകൾ തമ്മിലല്ല കമ്പാരിസൺ, മമ്മൂക്കി നസ്ലിനും തമ്മിലുള്ളൊരു കമ്പാരിസൺ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അന്നത്തെ അതേ ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യൻ ഇന്ന് ആരാധന മൂർത്തിയുമായി മത്സരം, നസ്ലിൻ നിറഞ്ഞ കയ്യടി. അപ്പം അതായത് നമ്മുടെ മമ്മൂക്കാൻ്റെ ഒരു പടത്തിൽ, ഒക്കെ മധുരരാജയാണ് തോന്നുന്നത്, ഏതൊരു പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നസ്ലിൻ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ രണ്ടുപേരുടെ സിനിമയും തിയേറ്ററിൽ ഒരേപോലെ ഓടുന്നു എന്നും. പിന്നെ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് പലരും മമ്മൂട്ടിയുടെ മോനായിട്ട് നല്ല കാസ്റ്റ് ചെയ്യാൻ നസ്ലിനെ എന്ന് പറയുന്നുണ്ട്. 2050 മമ്മൂക്കയാണ് നെക്സ്റ്റ് മമ്മൂക്ക, നെക്സ്റ്റ് മമ്മൂട്ടി ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ്. അടുത്ത മമ്മൂക്കയാണ് നസ്ലിൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ടു ഏർലി ആൻഡ് മമ്മൂക്ക ഈസ് മമ്മൂക്ക. ഈവൻ ദുൽഖറിനാണെങ്കിൽ പോലും ഒരു മമ്മൂക്കയാവാൻ പറ്റില്ല. ഓക്കെ, ദുൽഖർ വിൽ ബി ദുൽഖർ, മമ്മൂട്ടി വിൽ ബി മമ്മൂട്ടി, മമ്മൂട്ടി ദ ലെജൻഡ്. അത് മമ്മൂക്ക മാത്രമാണ്. അത് റീപ്ലേസ് ചെയ്ത് വേറെ ആൾക്ക് വരാൻ പറ്റില്ല ഒരിക്കലും. ഓക്കെ, അതാണ് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്നത്. അടുത്തത് ദുൽഖർ. അങ്ങനെ ഇനിയിപ്പോൾ നസ്ലിൻ ആണെങ്കിൽ നസ്ലിൻ, അങ്ങനെ അവരവരുടെ ഇൻഡിവിജ്വൽ സ്പേസിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും നസ്ലിൻ ഭയങ്കര നല്ലൊരു ആക്ടറാണ്. അങ്ങനെ അടിപൊളിയായിട്ട് അവൻ്റെ വഴിക്ക് വളർന്നു പോകട്ടെ. കാരണം നമുക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ നടന്മാരെ വേണമല്ലോ. പക്ഷെ താരതമ്യം ചെയ്യാതിരിക്കും അല്ലെങ്കിൽ ചെയ്യരുത് എന്നൊന്നും വിചാരിക്കാനും പറയാനും പറ്റില്ല നമുക്ക്. ഓക്കെ, താരതമ്യം ചെയ്യലുകളൊക്കെ ഇവിടെ വരും. ഒരു സച്ചിൻ ക്രിക്കറ്റ് നിർത്തിയ സമയത്ത് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മളെന്താ പറഞ്ഞത്, സച്ചിനെ പോലെ ഇനി ആരും ഇല്ല. നെക്സ്റ്റ് കംസ് വിരാട് കോഹ്ലി. വിരാട് വന്ന ടൈമിൽ കുറേ പേര് വിരാട്ടിനെയും സച്ചിനെയും കമ്പയർ ചെയ്തു. ഇപ്പം പിന്നെ അങ്ങനത്തെ കമ്പാരിസൺസ് ഇല്ല. സച്ചിൻ ഈസ് സച്ചിൻ, വിരാട് ഈസ് വിരാട്. അതൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പം എന്താണെങ്കിലും നസ്ലിൻ ഒരു സൈഡിൽ ഡിസ്കഷനായിട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ ഈ സിനിമയിലെ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അതിനു മുമ്പ് നസ്ലിൻ ഒരു കോളേജിൽ ചെന്ന സമയത്ത് കുറച്ച് കുട്ടികൾ നസ്ലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കോളേജിലൊക്കെ വന്ന് ഇങ്ങനൊക്കെ ചോദിച്ചു, സിനിമയിലാണോ ചോദിച്ചത്? അതിപ്പോ ഇത്രയും ഭംഗിയുള്ള കുട്ടികളൊക്കെ അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നൈസായിട്ട് കമ്മിറ്റഡ് ആണോ എന്നുള്ള ചോദ്യം നസ്ലിൻ അയാൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അയാൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോട് കൂടിയിട്ട് ഇതാ അടക്കണം കുറേ ഹെയ്റ്റ് കമൻസ്. പിന്നെ അറിയാലോ, എന്താണെങ്കിലും അങ്ങനെ വരും. സുഡാപ്പി പക്ക ഇസ്ലാമിസ്റ്റ്, ഒന്നാമതേ വേത്തനാണ്, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, പെൺകുട്ടികൾ കഴിവതും മുസ്ലിം ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കുക. എന്തോന്നറിയും, ഒരു നടൻ കയറി വരുമ്പോൾ ആ നടൻ്റെ പേരൊക്കെ എടുത്തു വെച്ച് നോക്കി, അവൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കി, അവൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റണ്ണ് കണ്ടു കഴിഞ്ഞാൽ അതാ വന്നു വർഗീയതയും പറഞ്ഞു വരുന്ന പരത്തെണ്ടി നാറികളോട്. ഇത് നിങ്ങളെ പ്രശ്നമൊന്നുമല്ല, നിങ്ങളുടെ പ്രശ്നമേ അല്ല, നിങ്ങൾ ഉണ്ടാവാനേ പാടില്ലായിരുന്നു. അതാണ് പറയാനുള്ളത്, നിങ്ങളെ ഉണ്ടാക്കാനേ പാടില്ലായിരുന്നു. എന്താണെങ്കിലും അങ്ങനെ കുറേ ഉണ്ടെങ്കിൽ. അപ്പോൾ നസ്ലിൻ റിലേറ്റഡ് ഡിസ്കഷൻസ് ഇങ്ങനെ ഒരു സൈഡിൽ ഈ പറഞ്ഞ പ്രേമലു, ഭ്രമയുഗം,
നസ്ലിൻ, മമ്മൂക്ക, അങ്ങനെ ഒരു സൈഡിൽ സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ചെയ്യുന്നതിൽ ഒരു മെയിൻ കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ഇതിൻ്റെ കഥ, ഇതിൽ അഭിനയിച്ച ആൾ എല്ലാമാണ്. ഓക്കെ, എല്ലാം സംഭവിച്ചു. ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളുകൾ ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട് ചിരിച്ച് മറിഞ്ഞ് തലകുത്തി പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ കുണുവാവ എന്ന് പറഞ്ഞ റെഫറൻസ് അറിയാലോ. കുണുവാവ എവിടുന്നാണ് വന്നതെന്നുള്ളത് അധികം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അല്ലാത്തവർ ഇനി മറന്നു പോയവരുണ്ടാവും, ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. ഈ കുണുവാവ എന്ന് പറഞ്ഞ സാധനവും പ്ലസ് തുപ്പി തൂറി എറിയും, ദാറ്റ് വാസ് എപ്പിക് മാൻ. എപ്പിക് സാധനമായിരുന്നു പ്രേമലൂർ തുപ്പി തൂറി എറിയും എന്നുള്ള സാധനം. അത് തിയേറ്ററിൽ ഉണ്ടാക്കിയൊരു ഓളം, ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ സാധനമൊക്കെ. കിടിലനായിരുന്നു തുപ്പി തൂറി എറിയും. അപ്പോൾ 1-2 സാധനങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചരണ്ടിയെടുത്ത കുറേ, അതായത് അപ് ടു ഡേറ്റ് ആണ് സാധനങ്ങൾ. അങ്ങനെ വരുമ്പോൾ ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് അതിൻ്റെ ക്രിയേറ്റേഴ്സിന് അറിയാവുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നത്. എന്താണെങ്കിലും ഈ 2 സംഗതി സോഷ്യൽ മീഡിയയിൽ വൈറലായതും, അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നമ്മളിലേക്ക് ഇത് തന്നത് നാഗസൈരന്ധ്രി അവരാണ്. ഓക്കെ, ഞാൻ ശൂന്യതയാകുന്നു എന്ന് പറഞ്ഞ ചാനൽ യൂട്യൂബിലുണ്ട്. അതിലെ നാഗസൈരന്ധ്രി, നാഗചേച്ചി 36 ഇത് 2. അല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് അറിയണം എന്നുള്ളവർക്ക് ഒന്നുകൂടി വെക്കാം. തൊപ്പി വെട്ടൊരു കുന്നുവാവ, അരിമുക്കൂടാമൊരു കുന്നുവാവ, തൊപ്പി വെട്ടൊരു കുന്നുവാവ, എന്റെ പൊന്നുവാവ, താമര കണ്ണ കുന്നുവാവ. അപ്പൊ അവരത് അറിയാലോ, മലയാളികൾ ഒരുപാട് റീൽസ് ചെയ്ത് ഒരുപാട് പേര് ലിപ്സിങ് ചെയ്തൊരു സാധനമാണ് ഈ കുണുവാവ. കമന്റ് ബോക്സ് ഒക്കെ ഒരു കാലത്ത് കുണുവാവ ഭരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ തുപ്പിത്തൂറി എറിയും. അപ്പം അമ്മ എഴുതി വെച്ചത് അവൻ്റെ ദുഷിച്ച മനസ്സ് കൊണ്ടുവന്ന് എൻ്റെ വീഡിയോയുടെ അടിയിൽ എന്തിനെ കൊണ്ടുവന്ന് എഴുതി വെച്ച അങ്ങോട്ട് ചെറ്റ, നീ എന്തിനാണ് നിൻ്റെ ദുഷിപ്പെല്ലാം കൂടെ എൻ്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചെറ്റ നാറി, നിന്നെ ആർക്ക് വേണം? വലിങ്ങേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയുന്നില്ല. ഓക്കെ, അപ്പോൾ തുപ്പി തൂറി എറിയുന്നുള്ളത് അതും നാഗസൈരന്ധ്രി എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെയായിരുന്നു. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു തുപ്പി തൂറി എറിയും. എൻഡ് ഓഫ് ദ ഡേ സിനിമയിലും എത്തി. ഞാൻ ഈ ഒരു കോണ്ടന്റ് മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് റിസീവ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ ആ മെസ്സേജിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ വയ്ക്കാം. നാഗസൈരന്ധ്രി എന്ന യൂട്യൂബ് ചാനലുള്ള വ്യക്തിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരുമോ? അവരുടെ കൂടി അനുവാദത്തോടെയാണ് ബ്രോയെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നത്. പ്രേമലു സിനിമയിൽ അവരുടെ അനുവാദമില്ലാതെ അവർക്ക് ടൈറ്റിലിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് പോലും വെക്കാതെ അവരുടെ വാക്കുകൾ ഉപയോഗിച്ചു ആൾക്കാരെ ചിരിപ്പിച്ചു. ഇതാണ് അവരുടെ വാക്കുകൾ. കുണുവാവ കഴിച്ചോ എന്നൊക്കെ അവരുടെ വാക്കുകളാണ്. അത് നസ്ലിൻ്റെ ഹൈദരാബാദ് സുഹൃത്ത് കാമുകിയെ വിളിക്കുമ്പോൾ പറയുന്നതും ഉണ്ട്. ഇവർ ഇപ്പോൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഗുരുതരമായ ശരീരം മൊത്തം വേദനയുള്ള രോഗം അവർക്കുള്ളതാണ്. സാമ്പത്തികമായി ഒന്നുമില്ല. ദയവായി ഈ വിഷയം വീഡിയോ ആയി ചെയ്യൂ. പ്രേമലു സിനിമാക്കാർക്ക് എത്തുമല്ലോ എന്നുള്ളൊരു റിക്വസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ നടക്കാൻ വയ്യ, ഉള്ള കാര്യമാണ്. ഫിസിക്കലി മെന്റലി എനിക്ക് തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എനിക്ക് തന്നെ നടക്കാൻ വയ്യാത്ത ഒരാളാണ്. ആ ആള് വേറൊരാളെ തട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് തന്നെ, അത് എനിക്കറിയില്ല എന്തിനാ തട്ടിക്കൊണ്ടു പോകാനാ. പ്ലസ് ഇതുമായി ബന്ധപ്പെട്ട് സംവിധായക സംഘടനയായ ഫെഫ്കയിൽ വിളിച്ചു ഞാൻ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു പുച്ഛം പോലെയാണ്. ഓക്കെ, ദയവ് ചെയ്ത് ഈ വീഡിയോ ചെയ്യുമ്പോൾ പ്രേമലു സിനിമയുടെ നിർമ്മിച്ച ഭാവന സ്റ്റുഡിയോസ് ഉടമകളായ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ ഇവർക്കും സംവിധായകൻ ഗിരീഷ് എഡിക്കും ഇത്രയും രോഗം ഉള്ള ജീവിക്കാൻ വേണ്ടി ആൾക്കാരോട് തനിക്ക് ദാനധർമ്മം ചെയ്യണമെന്ന് പോലും പറയേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുള്ള ഈ സാധു സ്ത്രീയെ അർഹിക്കുന്ന സാമ്പത്തിക സഹായം നൽകണമെന്ന് ബ്രോ ആവശ്യപ്പെടണേ എന്നുള്ളൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമ കണ്ടപ്പോൾ ശരിയാണ്, ഞാനും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ്. എനിക്ക് തോന്നുന്ന സിനിമ കണ്ട എല്ലാവരും ഏറ്റവും കൂടുതൽ തല കുത്തി പറഞ്ഞ് ചിരിച്ചതായിരിക്കും തുപ്പി തൂറി എറിയുന്നുള്ള ആ ബാർന്നുള്ളൊരു സീൻ. അപ്പോൾ ഓക്കെ ഫൈൻ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഒരു സിനിമയാവുമ്പോൾ ഇപ്പോൾ എനിക്കൊരിക്കലും വന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വേറൊരു ഇപ്പോൾ റീൽ കണ്ടന്റ് അല്ലെങ്കിൽ
അങ്ങനത്തെ ഒരു കണ്ടന്റ് നിങ്ങൾ വെച്ചോ, അല്ലെങ്കിൽ ഇവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ, ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു സാധനം സിനിമാക്കാരെടുക്കുന്ന സമയത്ത് പല സാഹചര്യത്തിലും ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ ആൾക്ക് ചിലപ്പോൾ അത് അറിയണമെന്നൊന്നുമില്ല. അതുവഴി ചിലപ്പോൾ അവർക്ക് ഒരു റീച്ച് കിട്ടിയാൽ കൂടുതൽ. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയൊരു ഒരു മാധ്യമമാണ്. അപ്പോൾ ഒരു യൂട്യൂബോ അല്ലെങ്കിൽ റീൽസോ ഒരു ഷോർട്സോ അതിനേക്കാൾ കൂടുതൽ വൈഡ് റേഞ്ച് ഓഫ് ആളുകളിലേക്ക് എത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന വിസിബിലിറ്റി ഉള്ള വലിയൊരു മാധ്യമമാണ് സിനിമ. സിനിമയിലൊരു റെഫറൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പോർഷൻ ഒരു റീലെന്നോ നമ്മളിട്ട കണ്ടന്റിൽ നിന്ന് വൈറലായ നമ്മളുടേതായിട്ടുള്ള ഒരു സാധനം കയറുമ്പോൾ അത് ഡെഫിനറ്റ്ലി നമുക്കൊരു മൈലേജ് തരും. ഓക്കെ, പിന്നെ സിനിമാക്കാർ എനിക്കറിയില്ല, ലൈക്ക് അത് ഇറ്റ്സ് അപ് ടു ദം. ഓക്കെ, അതിനൊരു ക്രെഡിറ്റ് കൊടുക്കണോ വേണ്ടതെന്നുള്ളത്. ഈ അടുത്ത് നമ്മുടെ ഇടവേള ബാബു ചേട്ടനൊക്കെ വന്നിട്ട് മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ ഓക്കെ ആർക്കും നന്ദിയില്ല എന്ന് പറഞ്ഞതിനെതിരെ ഭയങ്കര രൂക്ഷമായ വിമർശനമൊക്കെ നടത്തിയിരുന്നു. പ്രേമലു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേർക്ക് നന്ദിയൊക്കെ എഴുതി കാണിച്ചിട്ട് ഇവിടെ ഇവർ ഈ പറഞ്ഞ പോലെ നന്ദിയുടെ ഒരു മാറ്ററൊന്നും എന്താ പറയുക, അതൊക്കെ അപ് ടു ദം. അവർക്ക് വേണമെങ്കിൽ നന്ദി കൊടുക്കാതിരിക്കാം. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ അവരുടെ പ്രൊഡക്റ്റിൽ അവരത് വെച്ചത് കൊണ്ടുകൂടി ഇപ്പം ഈ പറഞ്ഞ പോലെ നാഗചേച്ചിക്ക് ഒരു ഹൈപ്പ് കിട്ടുമ്പോൾ അത് കിട്ടും. കാരണം കാണുന്ന എല്ലാവർക്കും അറിയാലോ ഇറ്റ്സ് എ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അവരുടെ സംസാരമാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഓബിയസ്ലി മനസ്സിലാവും. പക്ഷെ ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഓക്കെ ദിലീഷ് പോത്തനാണെന്നുണ്ടെങ്കിലും ശ്യാം പുഷ്കർ ആണെങ്കിലും ഫഹദ് ഫാസിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ സിറ്റുവേഷൻ മോശമാണ് എന്നുള്ളത് ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പല വീഡിയോസിലായിട്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, പിന്നെ അവർ ജീവിക്കുന്ന സാഹചര്യവും അത്ര എന്താ പറയുക ഒരു ഓക്കെ സാഹചര്യമൊന്നുമല്ല. ഒരു ഷെഡ് പോലത്തെ ഇതിൽ കുറേ അവരുടേതായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആരെങ്കിലും ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂവിന് പോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇൻ്റർവ്യൂന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പൈസ, അത് വലിയ പൈസ ഒന്നും 34 സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. 36 പേരിൽ തന്നെ ഒരുപാട് ഫേക്ക് ഇൻസ്റ്റാ ഐഡീസും യൂട്യൂബ് ചാനൽസും ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് ചിലപ്പോൾ വരുമാനം വരുമായിരിക്കും മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം അവരുടെ ചാനലിൽ നിന്ന് അങ്ങനെ വ്യൂവർഷിപ്പും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റീസെൻ്റ്ലി എനിക്ക് അറിയാനും കഴിഞ്ഞു അവരുടെ ഒപ്പമുള്ള ആൾക്കെന്തോ വീണിട്ടെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. അവർക്ക് തന്നെ ദേഹം മൊത്തം നടക്കുമ്പോഴൊക്കെ വേദനിക്കുന്ന അസുഖമൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് ആ സിറ്റുവേഷൻ ആവുമ്പോൾ ഈ സിനിമ എന്താണ് ഇത്രയും കളക്ഷൻ നേടി, കോടിക്കണക്കിന് രൂപേൻ്റെ കണക്ഷനാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ സിനിമ ഇത്രത്തോളം സക്സസ് ആയി, അവരുടെ ഒരു എലമെൻ്റ് ആളുകൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ഇനി പൈസ വേണ്ട, ജസ്റ്റ് ആ സിനിമേൻ്റെ ടീം ആരെങ്കിലും ഒന്ന് പോയി കണ്ട് അതൊക്കെ തന്നെ ഒരു സന്തോഷമാണ്. നാഗച്ചേച്ചീനെ കണ്ട് അവരുടെ എന്താണെങ്കിലും അവരുടെ വോയിസും സാധനങ്ങളും അവരുടെ സാധനമാണല്ലോ കൊടുവാവി തുപ്പിത്തൂറി അറിയലും. അപ്പം അത് ജസ്റ്റ് അവർ കണ്ടാൽ തന്നെ ആ ഒരു ഹാപ്പിനെസ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇല്ലെങ്കിൽ അതിലും ഉപരി പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട്, അതൊരു ഭയങ്കര ഗ്രേറ്റ് തിങ് ആവും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നെസ്ലിനും യങ് ആക്ടേഴ്സ് അല്ലേ, നെസ്ലിനും ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ പോയി കാണുകയാണെങ്കിൽ അതൊരു ഭയങ്കര ജസ്റ്ററായിരിക്കും. അത് ഭയങ്കര ഒരു ആളുകളുടെ ഇടയിൽ ഇനിയും ഈ സിനിമയ്ക്കും ഈ നടന്മാർക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ അത് ഒരു ഭയങ്കര മൈലേജ് ആയിരിക്കും അത്.